Welcome to the Khatm al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإن كذبوك فقل ربكم ذو رحمة واسعة ولا يرد بأسه عن القوم المجرمين. سيقول الذين أشركوا لو شاء الله ما أشركنا ولا آباؤنا ولا حرمنا من شيء كذلك كذب الذين من قبلهم حتى ذاقوا بأسنا. قل هل عندكم من علم فتخرجوه لنا إن تتبعون إلا الظن وإن أنتم إلا تخرصون. قل فلله الحجة البالغة فلو شاء لهداكم أجمعين. قل هلم شهداءكم الذين يشهدون أن الله حرم هذا فإن شهدوا فلا تشهد معهم ولا تتبع أهواء الذين كذبوا بآياتنا والذين لا يؤمنون بالآخرة وهم بربهم يعدلون. قل تعالوا أتل ما حرم ربكم عليكم ألا تشركوا به شيئا وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون. ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده وأوفوا الكيل والميزان بالقسط لا نكلف نفسا إلا وسعها وإذا قلتم فاعدلوا ولو كان ذا قربى وبعهد الله أوفوا ذلكم وصاكم به لعلكم تذكرون. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. ثم آتينا موسى الكتاب تماما على الذي أحسن وتفصيلا لكل شيء وهدى ورحمة لعلهم بلقاء ربهم يؤمنون. وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون. أن
تقولوا إنما أنزل الكتاب على طائفتين من قبلنا وإن كنا عن دراستهم لغافلين أو تقولوا لو أنا أنزل علينا الكتاب لكنا أهدى منهم فقد جاءكم بينة من ربكم وهدى ورحمة فمن أظلم ممن كذب بآيات الله وصدف عنها سنجزي الذين يصدفون عن آياتنا سوء العذاب بما كانوا يصدفون صدق الله العظيم تقبل الله റഹ്മാനായ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ നീ കബൂലാക്കണേ അല്ലാ. എന്തെങ്കിലും പാകപ്പെടൽ വന്നു പോയി വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഇതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേ അല്ലാ. നിനക്ക് മിസ്ലി സവാബിൽ ഞങ്ങൾ മരിച്ചുപോയവരുടെയൊക്കെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ ഈ നാളെ ഞങ്ങളെ ഖബറൊക്കെ നീ സ്വർഗീയ സന്തോഷങ്ങൾ കൊണ്ട് നിറക്കണേ അല്ലാ. അബ്ബേ, ഞങ്ങളിന്ന് മരിച്ചുപോയ ഖബറിൽ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അള്ളാഹു അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി നേരം പോക്കായ ഖബറാക്കി കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ ലോകരക്ഷിതാവായ റഹ്മാനായ അല്ലാഹ്, ദുആ കൊണ്ട് വസീയത്ത് ഒരുപാട് ഉപ്പമാരും ഉമ്മമാരും സഹോദരിമാരും മജ്‌ലിസിലുണ്ട് അല്ലാഹ്. എല്ലാവർക്കും മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാഹ്. ഈ ഖതം പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ അതൊക്കെ വീട്ടാനുള്ള അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഞങ്ങളൊക്കെ മഈശത്തിന്റെ മേഖലയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ജോലികളിൽ, ബിസിനസ്സുകൾ, കച്ചവടങ്ങൾ, കൃഷിയിടങ്ങളിൽ, കൂലിവേലകളിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹു, വിവാഹപ്രായമെത്തിയ മക്കളുണ്ടല്ലാ, അനുയോജ്യരായ എണ്ണങ്ങൾ നൽകണേ അല്ലാ. അവരെ നല്ല നിലക്ക് കെട്ടിച്ചയക്കാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാ. വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുണ്ട്, റഹ്മാനായ റബ്ബേ, ഖൈറായ എണ്ണങ്ങൾ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. വീടും സ്ഥലമൊക്കെ വിറ്റുപോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് റബ്ബേ, മാന്യമായ ഇടപാടുകാരെ എത്തിച്ച് റാഹത്തിലാക്കണേ അല്ലാ. പഠിച്ചവനെ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. റഹ്മാനായ റബ്ബേ, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. കുടുംബജീവിതം പ്രയാസത്തിനും വിഷമത്തിലായവരുണ്ട് അല്ലാ. റഹ്മാനായ റബ്ബേ, എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹുവേ സമാധാനം നൽകി സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളൊക്കെ ആഖിബത്ത് നന്നാക്കി ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റജബ് മാസത്തിലെ 3-ാമത്തെ പത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈ 3-ാമത്തെ പത്തിൽ ചൊല്ലേണ്ടതായ ദിക്റുകളൊക്കെ നാം ധാരാളമായി അധികരിപ്പിക്കുക. അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലൈ എന്നുള്ള ദിക്റ് രാവിലെയും വൈകുന്നേരം 70 വട്ടം ചൊല്ലുക. അതുപോലെ സുബ്ഹാനല്ലാഹി റഊഫ് എന്നുള്ള ദിക്റാണ് 3-ാമത്തെ പത്തിൽ ചൊല്ലേണ്ടത്. അത് 100 വട്ടം ചുരുങ്ങിയത് ചൊല്ലുക. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് 100 വട്ടം ചുരുങ്ങിയത് ഓതുക. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമദാൻ എന്നുള്ള ദുആയും അധികരിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇസ്റാ മിഅ്റാജ്, അതിന്റെ നോമ്പ് വരുന്നത് ഞായറാഴ്ച ദിവസമാണ് മുഅ്മിനീങ്ങളെ. ഞായറാഴ്ച ദിവസമാണ് നോമ്പ്. ഞായറാഴ്ച ശനിയാഴ്ച രാത്രിക്കാണ് മിഅ്റാജ് രാവ് എന്ന് പറയുന്നത്. അന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാ മിഅ്റാജ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. പുണ്യദിനങ്ങളാണ് കടന്നു വരുന്നത്. നോമ്പെടുക്കാനും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനൊക്കെ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, പലവരും അൽഹംദുലില്ലാഹ് മരണപ്പെട്ടു പോയ അമ്മുഅശ്ശന്റെ മഗ്ഫിറത്തിന് വേണ്ടി യാസീൻ ഓതി, ദിക്ർ ചൊല്ലി, ഇഖ്ലാസ് ഓതി, ഇസ്തിഗ്ഫാർ ഓതി എന്നൊക്കെ പറഞ്ഞ് സലാത്തൊക്കെ ചൊല്ലി എന്നൊക്കെ പറഞ്ഞ് പലവരും മെസ്സേജുകൾ അയച്ചു. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം. നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗം പോലെ നമ്മളെയും കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്, ആദരവുണ്ട്.
ഈ ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നതും അതാണ്. നമ്മളിൽപ്പെട്ട ഒരാളുടെ വിഷമം നമ്മളുടെയും വിഷമമായി നാം കാണാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മരിച്ചുപോയവർക്കൊക്കെ അള്ളാഹു മൗഫിറത്ത് നൽകട്ടെ. നിങ്ങൾ വിലയേറിയ ദുആകളിൽ എൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അമ്മാശൻ മൂത്തത് പെൺകുട്ടികളൊക്കെ ചുമട് ഹെഡ് ലോഡിംഗ് ആണ് പണി. ചുമട് എടുത്താണ് എല്ലാവരും ഒരു ചാക്ക് എടുക്കുമ്പോൾ അമ്മാശൻ 2 ചാക്ക് തലയിലേക്കും. കാരണം പെൺകുട്ടികളാണ് മൂത്തതൊക്കെ. അവരെ കെട്ടിച്ചയക്കാനുള്ള സാമ്പത്തികമായ എന്തെങ്കിലുമൊക്കെ ശേഖരിച്ചു വെക്കാൻ വേണ്ടി അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചതാണ്. 4 പെൺമക്കളെ കെട്ടിച്ചയച്ചു. 3 കെട്ടിച്ചയച്ചാൽ പഠിച്ചാമ്പുരാൻ സ്വർഗം കൊടുക്കും തന്നെ പറഞ്ഞത്. ആ 4 മക്കളും വളഞ്ഞു നിന്നിട്ടാണ് ദിക്റും ഇസ്തിഗ്ഫാറും അതുപോലെ തന്നെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ മരിക്കുന്ന സമയത്ത് ചെല്ലിയിരുന്നത്. അതിങ്ങനെ കേട്ട് ആ മക്കൾ 4 ഭാഗത്തും ഇങ്ങനെ വളഞ്ഞിരുന്ന് ചെല്ലുന്ന ആ സുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു പുഞ്ചിരി സമ്മാനിച്ചിട്ടാണ് ആ പിതാവ് ഇവിടെ പറഞ്ഞു പോയത്. അല്ലാഹു സുബ്ഹാനഹു തആല അതുപോലെ ഒരു വെള്ളിയാഴ്ച രാവിലെ മരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ആ പ്രിയപ്പെട്ട പിതാവിന് അല്ലാഹു മഗ്ഫിറത്ത് നൽകി ഖബറൊക്കെ സന്തോഷത്തിലാക്കി റാഹത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ വിലയേറിയ ദുആയിൽ ഒരിടം എപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ മാതാപിതാക്കൾ, അതുപോലെ എൻ്റെ ഭാര്യയുടെ മരണപ്പെട്ടു പോയ പിതാവിന്, അതുപോലെ അവരുടെ മാതാപിതാക്കൾ, ഇങ്ങനെ തുടങ്ങി നമ്മളിൽ നിന്ന് മരിച്ചു എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഫാത്തിഹ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റു സൂറത്തുകളിലേക്ക് പ്രവേശിക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് സൂറത്തു സജദ പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. تنزيل الكتاب لا ريب فيه من رب العالمين. أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير قبلك لعلهم يهتدون. الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. ما لكم من دونه من ولي ولا شفيع أفلا تتذكرون. يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره 1000 سنة مما تعدون. ذلك عالم الغيب والشهادة العزيز الرحيم. الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون.
قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെ തിലാവത്തിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ഞാൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി നേരെ ഒരു സുജൂദിലേക്ക് പോവുക. സുജൂദിൽ സജ്ജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വഖദ്ദറഹു വശഖ്ഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നുള്ള ദിക്ർ ഒരു വട്ടം ചൊല്ലുക. അത് അറിയുന്നവർ അത് ചൊല്ലുക, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിൽ അഅല വബിഹംദിഹി എന്ന് ചൊല്ലുക. അതിനുശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അത്തഹിയാത്തിനിരിക്കുന്നത് പോലെ ഇരുന്ന ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് വലഭാഗത്തേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് ഇടഭാഗത്തേക്കും സലാം ഇട്ടുക. ഇങ്ങനെയാണ് തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് തിലാവത്തിന്റെ സുജൂദ് ചെയ്ത ശേഷം ഇൻഷാ അല്ലാഹ് വീഡിയോ പ്ലേ ചെയ്ത് ഖുർആൻ ഓതുക. ബാക്കി تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون أفمن كان مؤمنا كمن كان فاسقا لا يستوون أما الذين آمنوا وعملوا الصالحات فلهم جنات المأوى نزلا بما كانوا يعملون وأما الذين فسقوا فمأواهم النار كلما أرادوا أن يخرجوا منها أعيدوا فيها وقيل لهم ذوقوا عذاب النار الذي كنتم به تكذبون ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون ومن أظلم ممن ذكر بآيات ربه ثم أعرض عنها إنا من المجرمين منتقمون ولقد آتينا موسى الكتاب فلا تكن في مرية من لقائه وجعلناه هدى لبني إسرائيل وجعلنا منهم أئمة يهدون بأمرنا لما صبروا
وكانوا بآياتنا يوقنون إن ربك هو يفصل بينهم يوم القيامة فيما كانوا فيه يختلفون أولم يهد لهم كم أهلكنا من قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات أفلا يسمعون أولم يروا أنا نسوق الماء إلى الأرض الجرز فنخرج به زرعا تأكل منه أنعامهم وأنفسهم أفلا يبصرون ويقولون متى هذا الفتح إن كنتم صادقين قل يوم الفتح لا ينفع الذين كفروا إيمانهم ولا هم ينظرون فأعرض عنهم وانتظر إنهم منتظرون صدق الله مولانا العظيم تقبل അള്ളാഹു റഹ്മാനായ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ സൂറത്ത് സജ്ദയിൽ എന്തെങ്കിലും പാകപ്പിഴകൾ വന്നു പോയിട്ട് വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഇതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്രമമാക്കണേ അല്ലാ. നാളെ മഹ്ശറാവൻ സഭയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അള്ളാഹുവേ സൂറത്ത് സജ്ദ പാരായണം ചെയ്തവർക്ക് നീ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകുന്നുവോ, നീ ഏതെല്ലാം രീതിയിൽ ശഫാഅത്ത് നൽകുന്നുവോ അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. സൂറത്ത് സജ്ദ പാരായണം നിത്യമാക്കുന്നവർക്ക് നാളെ മഹ്ശറാവൻ സഭയിൽ ആ സൂറത്ത് വന്നുകൊണ്ട് അള്ളാഹുവിനോട് ശഫാഅത്ത് ചോദിച്ചുകൊണ്ട് ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാ റഹ്മാനായ റബ്ബേ സൂറത്ത് സജ്ദ ജീവിതത്തിൽ നിത്യമാക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു നിന്റെ മഹബത്ത് കൊണ്ട് ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. ഇരുലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളെ സാമ്പത്തിക ഉറവിട മേഖലകളിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി നൽകണേ അല്ലാ. സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, കണ്ണീരുകൾ അല്ലാഹുവേ അതിനൊക്കെ നീ സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പരിശുദ്ധമായ ഖുർആന്റെ അഹ്ലുകാൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ റബ്ബേ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ദിവസവും ഒരു 7 ഓതിക്കൊണ്ട് ഖത്മ തീർക്കാൻ ഞങ്ങൾ അല്ലാഹുവേ കരുതിയിരിക്കുന്നു അല്ലാ, തീരുമാനിച്ചിരിക്കുന്നു അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ സഹായം നൽകണേ അല്ലാ. ഈ ഖത്മ പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. തഖബ്ബലല്ലാഹ്. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് സൂറത്തു യാസീൻ ഓതാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون
وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون
وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون
ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله مولانا العظيم تقبل الله റഹ്മാനായ റബ്ബേ ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ സൂറത്ത് യാസീൻ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ എന്തെങ്കിലും പാകപ്പിഴകൾ വന്നു വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ അള്ളാഹു ഇതിൻ്റെ ഒക്കെ മിഥിലെ സവാബിനെ അള്ളാഹു ഞങ്ങളിൽ മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഹൽറത്തിലേക്ക് എത്തിക്കണേ അല്ലാ അതുപോലെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി ഇതിനെ നീ സ്വീകരിക്കണേ റഹ്മാനായ റബ്ബേ നിന്റെ മഹ്ലു ഫദ്ൽ കൊണ്ട് അള്ളാഹുവെ യാസീനിൻ്റെ ബർക്കത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങളെ വീടുകളിൽ ഞങ്ങളുടെ നാടുകളിൽ ഞങ്ങളുടെ
കുടുംബജീവിതത്തിൽ, ഞങ്ങളുടെ സമ്പത്തിൽ, ആരോഗ്യത്തിൽ, ഈമാനിൽ, ഇബാദത്തിൽ, തഖ്വയിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി നൽകണേ അല്ലാ. പ്രയാസങ്ങൾ, വിഷമങ്ങളൊക്കെ നീ റാഹത്തിലാക്കി നൽകണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളിൽ പലവരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണല്ലാ. ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹു ഈ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. പലവരും ദുആവസിയത്തുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ലാ. പ്രയാസങ്ങൾ, വിഷമങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ മനസ്സിൻ്റെ വേദനകൾ, ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീ റാഹത്തിലും സന്തോഷത്തിലുമാക്കി തന്നെ അല്ലാ. ഞങ്ങളുടെ മനസ്സിൻ്റെ അസുഖങ്ങൾ, ശരീരത്തിൻ്റെ അസുഖങ്ങൾ, എല്ലാ രോഗങ്ങൾക്കും നീ ശിഫ നൽകി ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് സൂറത്തു ദുഖാൻ ഓതാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم والكتاب المبين. إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بل هم في شك يلعبون فارتقب يوم تأتي السماء بدخان مبين يغشى الناس هذا عذاب أليم ربنا اكشف عنا العذاب إنا مؤمنون أنى لهم الذكرى وقد جاءهم رسول مبين ثم تولوا عنه وقالوا معلم مجنون إنا كاشف العذاب قليلا إنكم عائدون يوم نبطش البطشة الكبرى إنا منتقمون ولقد فتنا قبلهم قوم فرعون وجاءهم رسول كريم أن أدوا إلي عباد الله إني لكم رسول أمين وأن لا تعلوا على الله إني آتيكم بسلطان مبين وإني عذت بربي وربكم أن ترجمون وإن لم تؤمنوا لي فاعتزلون فدعا ربه أن هؤلاء قوم مجرمون فأسر بعبادي ليلا إنكم متبعون واترك البحر رهوا إنهم جند مغرقون كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين
كذلك وأورثناها قوما آخرين فما بكت عليهم السماء والأرض وما كانوا منظرين ولقد نجينا بني إسرائيل من العذاب المهين من فرعون إنه كان عاليا من المسرفين ولقد اخترناهم على علم على العالمين وآتيناهم من الآيات ما فيه بلاء مبين إن هؤلاء ليقولون إن هي إلا موتتنا الأولى وما نحن بمنشرين فأتوا بآبائنا إن كنتم صادقين أهم خير أم قوم تبع والذين من قبلهم أهلكناهم إنهم كانوا مجرمين وما خلقنا السماوات والأرض وما بينهما لاعبين ما خلقناهما إلا بالحق ولكن أكثرهم لا يعلمون إن يوم الفصل ميقاتهم أجمعين يوم لا يغني مولى عن مولى شيئا ولا هم ينصرون إلا من رحم الله إنه هو العزيز الرحيم إن شجرة الزقوم طعام الأثيم كالمهل يغلي في البطون كغلي الحميم خذوه فاعتلوه إلى سواء الجحيم ثم صبوا فوق رأسه من عذاب الحميم ذق إنك أنت العزيز الكريم إن هذا ما كنتم به تمترون إن المتقين في مقام أمين في جنات وعيون يلبسون من سندس واستبرق متقابلين كذلك وزوجناهم بحور عين يدعون فيها بكل فاكهة آمنين لا يذوقون فيها الموت إلا الموتة الأولى ووقاهم عذاب الجحيم فضلا من ربك ذلك هو الفوز العظيم فإنما يسرناه بلسانك لعلهم يتذكرون فارتقب إنهم مرتقبون إن شاء الله പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇനി നമുക്ക് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور
ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين
فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين تقبل അള്ളാഹു റഹ്മാനായ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. സൂറത്തുൽ മുൽക്ക് ഞങ്ങൾ പാരായണം ചെയ്തിരിക്കുന്നു അല്ലാ. റഹ്മാനായ റബ്ബേ, മുൽക്ക് പാരായണം ചെയ്യുന്നവരുടെ ഖബറിൽ സന്തോഷം നൽകുമെന്നാ നിന്റെ ഹബീബ് ഓടിപ്പിച്ചിട്ടുള്ളത്. ഖബറിലുള്ള എല്ലാ ശിക്ഷകളിൽ നിന്ന് ഞങ്ങൾ നീ സലാമത്താക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ മഹൽ ഫദ്ൽ കൊണ്ട് മഗ്ഫിറത്തിന്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ലാ. അല്ലാഹുവേ, ദുനിയാവിലും അതുപോലെ തന്നെ ഖബറിലും നാളെ മഹ്ശറിലും ഒക്കെയുള്ള എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും അദാബുകളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ കരകയറ്റി റാഹത്തിലും സലാമത്തിലും സന്തോഷത്തിലുമാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് മുൽക്കിനെ ഞങ്ങൾ സ്നേഹിക്കുന്നുവല്ല, സൂറത്ത് ദുഹാനിനെ ഞങ്ങൾ സ്നേഹിക്കുന്നുവല്ല, സൂറത്ത് സജദയെ സൂറത്ത് യാസീനെ ഞങ്ങൾ സ്വീകരിക്കുന്നുവല്ല, കബൂലാക്കുന്നുവല്ല. അല്ലാഹു ഞങ്ങൾ സ്നേഹിക്കുന്നുവല്ല. അത് നിന്റെ കലാമിലുള്ള സൂറത്തുകളാണല്ലോ അല്ലാ. അവരെ ഞങ്ങൾ സ്നേഹിക്കുന്നതിന് അതുവഴിയായി നീ ഞങ്ങളെയും സ്നേഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ മുറാദുകളെ ഹാസിലാക്കി നൽകണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. പ്രയാസങ്ങൾ വിഷമങ്ങൾ നീ റാഹത്തിലാക്കി നൽകണേ അല്ലാ. ഇത് ലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി നൽകണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ട് എല്ലാവരുടെയും എല്ലാവിധ ഉദ്ദേശങ്ങളും നിറവേറ്റി റാഹത്തിലും ഖൈറിലും വിജയത്തിലും സന്തോഷത്തിലുമാക്കണേ അല്ലാ. അമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക സൈനൽ അംബിയാഇ, അസ്സലാമു അലൈക അത്ഖൽ അത്ഖിയാഇ, അസ്സലാമു അലൈക അസ്ഫൽ അസ്ഫിയാഇ, അസ്സലാമു അലൈക അസ്കൽ അസ്കിയാഇ, സ്വലാവാതി അലൻ നബി വസ്സലാമി വഹുവ ഖൈറുൽ അനാമി ബദ്റു തമാമി. അസ്സലാമു അലൈക മിൻ റബ്ബി സമാഇ, അസ്സലാമു അലൈക ദാമ ബിലൻഖിലാഇ, അസ്സലാമു അലൈക അഹ്മദ് യാ ഹബീബി, അസ്സലാമു അലൈക ത്വഹ യാ ത്വബീബി, സ്വലാവാതി അലൻ നബി വസ്സലാമി വഹുവ ഖൈറുൽ അനാമി ബദ്റു തമാമി. അസ്സലാമു അലൈക അഹ്മദ് യാ മുഹമ്മദ്, അസ്സലാമു അലൈക ത്വഹ യാ മുമജ്ജദ്, അസ്സലാമു അലൈക യാ കഹ്ഫൻ വമഖ്സാദ്, അസ്സലാമു അലൈക യാ ഹുസ്നൻ തഫറദ്, സ്വലാവാതി അലൻ നബി വസ്സലാമി വഹുവ ഖൈറുൽ അനാമി ബദ്റു തമാമി. സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫ സ്വല്ലൂ
عليه وسلموا وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين آمين. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കിനി അദ്കാർ സ്വബാഹിന് പകരമുള്ള നമ്മുടെ സ്വലാത്ത് ദിക്ർ മജ്ലിസിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും മനസ്സറിഞ്ഞ് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ കരുതിക്കൊണ്ട് ആ ഹബീബിന്റെ റൗളയിലേക്ക് എത്തണം. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തൊക്കെ ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം. ഹബീബിനെ സ്വപ്നത്തിൽ കാണണം, ഹബീബിന്റെ ആ ദർശനം നമുക്കുണ്ടാകണം എന്നുള്ള ആ നിയ്യത്ത്, നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് 11 സ്വലാത്ത് ചൊല്ലാം. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن شاء الله പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി 111 വട്ടം യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള ദിക്ർ മനസ്സറിഞ്ഞ് ചൊല്ലുക. യാ ഹയ്യു യാ ഖയ്യൂം 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 യാ ഹയ്യു യാ ഖയ്യൂം
يا حي يا قيوم 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 يا حي يا قيوم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن شاء الله പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി എല്ലാവരും ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കണേ. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് മനസ്സിലേക്ക് കൊണ്ടുവരണേ. എന്നിട്ട് ഹബീബിനെ ഓർത്തുകൊണ്ട് മദീനയുടെ പച്ചക്കുപ്പയുടെ താഴ്വാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ രാജകുമാരൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഹബീബിനോട് നമുക്ക് അല്പം സലാം ചൊല്ലാം. ആ സലാം ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഇമാമൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഖാതിമൻ നബിയ്യീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ശഫീഅൽ മുദ്നിബീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂല റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ജദ്ദൽ ഹസനി വൽ ഹുസൈൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റഹ്മതൻ ലിൽ ആലമീൻ. ഖുദ് ബിയദി, നബിയെ എൻ്റെ കൈയൊന്ന് പിടിക്കണേ നബിയെ. ഖല്ലത്ത് ഹീലതി, രക്ഷപ്പെടാനുള്ള എൻ്റെ തന്ത്രങ്ങളൊക്കെ കുറവാണ് നബിയെ. ഇബാദത്തുകൾ കുറവാണ് നബിയെ, എല്ലാം കുറവാണ് നബിയെ. അതുകൊണ്ട് എൻ്റെ കൈയൊന്ന് പിടിക്കണേ നബിയെ.
അതിരിക്കിനി എന്നെ എത്തിക്കണേ നബിയെ മുറാദി എൻ്റെ മുറാദിലേക്ക്. അതിരിക്കിനി മുറാദി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതനെ എൻ്റെ മുറാദിലേക്ക്, എൻ്റെ ഉദ്ദേശത്തിലേക്ക് എൻ്റെ കൈ പിടിച്ചൊന്ന് എത്തിക്കണേ. എൻ്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ്, എൻ്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ്, ഹബീബിനെ കാണലാണ്, സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടലാണ്. അതിനുള്ള തന്ത്രങ്ങൾ, അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കുറവാണ് നബിയെ. ആയതുകൊണ്ട് എൻ്റെ കൈയൊന്ന് പിടിച്ച് എന്നൊന്ന് രക്ഷപ്പെടുത്തണേ നബിയേ. ചൊല്ലിക്കോണി ഖുദ് ബിയദീ ഖല്ലത് ഹീനതീ അദ്രികിനി മുറാദി യാ റസൂലല്ലാഹ്. ഖുദ് ബിയദീ ഖല്ലത് ഹീനതീ അദ്രികിനി മുറാദി യാ റസൂലല്ലാഹ്. ഖുദ് ബിയദീ ഖല്ലത് ഹീലതീ അദ്രികിനി മുറാദി യാ റസൂലല്ലാഹ്. അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്, അല്ലാഹുവിനെ ഖബൂലാക്കണേ അല്ലാഹ്. ഹബീബിന്റെ പേരിൽ ഞങ്ങൾ ചൊല്ലിയതായ മദ്ഹ് സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ പ്രവാചകന്റെ മേലിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബിന്റെ റൗദയിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സലാമുകൾ അവിടത്തേക്ക് എത്തിച്ചു നൽകണേ അല്ലാഹ്. അല്ലാഹു ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹബീബിന്റെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലാനുള്ള മനസ്സ് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബിനൊന്ന് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. മതിവരോളം ഹബീബിന്റെ റൗദ സന്ദർശിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, മനസ്സറിഞ്ഞുകൊണ്ട് സലാത്ത് സലാം നബിയുടെ പേരിൽ ചെല്ലുന്നവർക്ക് നൽകുന്ന എല്ലാ ഗുണവും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഈ മജ്ലിസിനെ കബൂലാക്കണേ അല്ലാഹ്. ഖത്മ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദുകളെ ഹസിലാക്കി നൽകണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ മുറാദുകൾ ഹസിലാക്കി നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് അസ്മാഉൽ ഹുസ്ന ചൊല്ലാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങൾ. ആ അസ്മാഉൽ ഹുസ്ന ചെല്ലുന്നവന്റെ ഹൃദയം, അവന്റെ ഈമാൻ, അവന്റെ വീട്, അവന്റെ ജോലി, അവന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്നല്ലേ. അല്ലാഹുവേ, നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ ഈ അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് സലാമത്ത് നൽകണേ അല്ലാ. എല്ലാവരും ഒപ്പം ചൊല്ലണേ മുഅ്മിനീങ്ങളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم إنا نسألك ونتوسل إليك ونتضرع إليك بأسمائك الحسنى يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارع يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابض يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم
يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محسي يا مبدع يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആമീൻ പറയണേ. അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് ശേഷം നമ്മൾ ദുആ ചെയ്യുന്ന ഒരു പ്രത്യേക മഹാന്മാരുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു ദുആയാണ്. എല്ലാവരും ആമീൻ പറയുക. أن تحفظنا بحفظك وتحمينا بحمايتك وتكفينا بكفايتك وتحرسنا بحولك وقوتك وتأيدنا بتأييدك وتنصرنا بنصرك وتهدينا بهدايتك وترعانا برعايتك وتنظر إلي بعين عنايتك وأن تجعلنا من عبادك الصالحين الذين لا خوف عليهم ولا هم يحزنون. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. പടച്ചവനെ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. പരിശുദ്ധമായ നിന്റെ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഞങ്ങൾ ദുആ ചെയ്യുന്നു അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ, ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി തരണേ അല്ലാ. ഞങ്ങളെ മുറാദുകളൊക്കെ ഹസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ മജ്ലിസിൽ ദുആ വസിയ്യത്ത് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാരുടെ ഉമ്മമാരുടെ സഹോദരി സഹോദരന്മാരുടെ ഞങ്ങളെല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളെ മനസ്സിലെ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ. ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീക്കി സന്തോഷത്തിലാക്കി നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. വിവാഹം നടക്കാത്തവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. കുടുംബജീവിതത്തിൽ പ്രയാസമുള്ളവർക്ക് സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മഈശത്തിന്റെ മാർഗത്തിൽ ജോലികളിൽ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ കൂലിവേലകളിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാ. വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവരുടെ ജോലികളിലെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീട്ടാനുള്ള മാർഗങ്ങൾ തുറന്നു നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണേ അല്ലാ. വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ ആഖിബത്ത് നന്നാക്കി ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്നെയും കുടുംബത്തെയും ദുആയിൽ ഉൾപ്പെടുത്തണേ. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആയിരക്കണേ. മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി, വാപ്പാക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബാദികൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, സന്താനങ്ങൾക്ക് വേണ്ടി, സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി, ഉസ്താദുമാർക്ക് വേണ്ടി, ഇങ്ങനെ തുടങ്ങി നമ്മളുമായി ബന്ധപ്പെട്ട മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി ദുആ വസിയത്ത് ചെയ്ത് ഒരുപാട് പേരുണ്ട്. അതുപോലെ മുറാദ് ഹാസിലാകാൻ, പ്രയാസങ്ങൾ വിഷമങ്ങൾ മാറാൻ, രോഗങ്ങൾ ശിഫിയാകാൻ, സാമ്പത്തിക മേഖലയൊക്കെ ഭദ്രതയുണ്ടാകാൻ, കടങ്ങൾ വീടാൻ, ജോലി ശരിയാകാൻ, വിവാഹം നടക്കാൻ, പ്രസവം എളുപ്പമാകാൻ, മക്കൾ നന്നാവാൻ, പരീക്ഷയിൽ നല്ല വിജയം ഉണ്ടാകാൻ, അതുപോലെ ഹജ്ജിന് ഉംറക്കൊക്കെ പോയവർ പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഉംറക്ക് പോയവർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഹജ്ജിന് ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ അതിനുള്ള വഴികളൊക്കെ തുറന്നു കിട്ടാൻ വേണ്ടി ദുആ വസിയത്ത്. കുടുംബജീവിതം സന്തോഷത്തിലാകാൻ ദുആ വസിയത്ത്. വിവാഹം നടക്കാൻ ദുആ വസിയത്ത്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറമെ
പ്രിയപ്പെട്ട പിതാവിൻ്റെ പേരിൽ യാസീൻ ഓതി, ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, ഇഖ്ലാസ് ഓതി, തഹ്ലീൽ ചൊല്ലി ഒക്കെ പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും, അവർക്കും വേണ്ടി നമ്മളൊന്ന് ദ്വാരക്കണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഓതിയത് ചൊല്ലിയതൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നിനക്ക് മിഥ്ല ദവാബിനെ ആ ചൊല്ലിയവരും നാളെ മരണപ്പെട്ടു അവരുടെ ഖബറിലേക്ക് ഒരു പ്രകാശമായി അള്ളാഹു എത്തിച്ചു നൽകട്ടെ. ഇത് ദ്വാരക്കണ എന്തിനാണെന്നറിയോ? ചെല്ലാത്ത ബിസ്കത്തികളുണ്ടാവും, പിസ്കന്മാരും, അവർക്കൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെല്ലാനും ഓതാനൊക്കെ ഉള്ളൊരു മനസ്സുണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നത്. നമ്മൾ തമ്മിലുള്ള പാകമുള്ളപ്പോൾ ഒരു ബന്ധം ഇതാണ്. മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു കുറച്ച് ദിക്ർ സ്വലാത്ത് ഫാത്തിഹയൊക്കെ ഓതാ. പ്രിയപ്പെട്ട പിതാവിനോട് നിങ്ങളൊക്കെ ദ്വാരക്കണം. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരാളാണ്, അമ്മാശനാണ്. പിന്നെ ഭാര്യയുടെ മാതാപിതാക്കളെ സ്നേഹിക്കുക, ബഹുമാനിക്കുക എന്ന് പറയുന്നത് നമ്മളെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിൻ്റെയും ബഹുമാനിക്കുന്നതിൻ്റെയും ഭാഗമാണ്. ഭാര്യനെ സ്നേഹിക്കുന്നതിൻ്റെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ്, അല്ലേ? ഭർത്താവിൻ്റെ ഉമ്മാനെ വാപ്പാനെ സ്നേഹിക്കുക, ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ ബഹുമാനിക്കുന്നതിന് തുല്യ. ഭാര്യയുടെ ഉമ്മാനെ വാപ്പാനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഭാര്യനെ സ്നേഹിക്കുന്നതിന് തുല്യ. അപ്പൊ ഭാര്യനോട് നല്ല ഇഷ്ടമാണ്. ഭാര്യന്റെ മാതാപിതാക്കളെ, അതല്ലെങ്കിൽ ജ്യേഷ്ഠാഞ്ചന്മാരെ, സഹോദരന്മാരെ കണ്ടുകൂടാ, അവരെ ചീത്ത പറയാം. അത് ഭാര്യനെ ചീത്ത പറഞ്ഞതിന് തുല്യാണല്ലോ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കുടുംബജീവിതമൊക്കെ സന്തോഷത്തിലാക്കി തരട്ടെ. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനും ഇടപെടാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് അപ്പം ഇന്ന് റജബിന്റെ 3-ാമത്തെ 10 അതിന്റെ പ്രത്യേക ദിക്റുകളൊക്കെ ചൊല്ലി, കുറച്ച് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പുണ്യ റജബിലെ പ്രത്യേകം സുന്നത്തുള്ള ദിക്ർ ദുആകൾ നമുക്കൊന്ന് ചൊല്ലിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ഈ ദുആ ആദ്യം ഏറ്റു ചൊല്ലുക. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام والاعتكاف وتلاوة القرآن مع الصحة والعافية يا رب العالمين. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام والاعتكاف وتلاوة القرآن مع الصحة والعافية يا رب العالمين. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام والاعتكاف وتلاوة القرآن مع الصحة والعافية يا رب العالمين. اللهم رب السماوات السبع ورب الأرض ورب العرش العظيم، ربنا ورب كل شيء، فالق الحب والنوى ومنزل التوراة والإنجيل والفرقان، أعوذ بك من شر كل شيء أنت آخذ بناصيته. اللهم أنت الأول فليس قبلك شيء، وأنت الآخر فليس بعدك شيء، وأنت الظاهر فليس فوقك شيء، وأنت الباطن فليس دونك شيء. اقض عنا الدين وأغننا من الفقر. اللهم اغفر لي وارحمني وتب علي. 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 اللهم اغفر لي
وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ ഇനി എല്ലാവരും ഈ ദിക്ർ ഒരു 11 വട്ടം ചൊല്ലുക. സുബ്ഹാനല്ലാഹിർ റഊഫ് 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 സുബ്ഹാനല്ലാഹിർ റഊഫ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد الفاتح لما أهلك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. الله പടച്ചവനെ ലോകരക്ഷിതാവായ റഹ്മാനായ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂലോകത്തേക്ക് പൂജാതനായ തിങ്കളാഴ്ച ദിവസയുടെ സുബഹിയോടടുത്ത സമയത്ത് അല്ലാഹ് നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി ഞങ്ങൾ ദുആ ചെയ്യുന്നു. അല്ലാഹ് പരിശുദ്ധമായ ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി മൗലൂദ് ഓതി അല്ലാഹുവേ നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുന്നു. നീ തട്ടിക്കളയില്ല അല്ലാഹ്. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഓതിയതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടൊന്ന് വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഇതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കണേ അല്ലാഹ്. ഇതിനൊക്കെ മിഥില ദവാബിന് ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ആ പുണ്യപ്രവാചകന്റെ പരിശുദ്ധമായ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ശഫാഅത്തുൽ ഉദ്മ എന്ന മഹത്തായ സ്ഥാനം നൽകി ഹബീബായ പ്രവാചകനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാ അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും അവരുടെ സ്വഹാബത്തെ കിറാമിന്റെ ഹദ്റത്തിലേക്കും അല്ലാഹ് ഞങ്ങൾ ഓതിയതിന്റെ ചൊല്ലിയതിന്റെ മിഥില സവാബിനെ എത്തിക്കണേ അല്ലാഹ്. അതുപോലെ സ്വഹാബുൽ ബദ്രീങ്ങൾ, ഉഹദീങ്ങൾ, ഖന്തഖീങ്ങൾ, ഹുനൈനീങ്ങളുടെ, തബൂക്കീങ്ങളുടെ എല്ലാ സ്വഹാബത്തെ കിറാമിന്റെ ഹദ്റത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ സുൽത്താനുൽ ഔലിയാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ജിസ്സീൻ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. സുൽത്താൻ ഇർവാടി സുൽത്താൻ ഇബ്രാഹിം ബാദ്ശാ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ നിന്റെ ദുനിയാവിന്റെ അങ്ങും ഇങ്ങോ അങ്ങോളം ഇങ്ങോളമുള്ള മേഖലയിലൊക്കെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരായ അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ ഒരുപാട് ഔലിയാക്കളുണ്ട്. അത് ഞങ്ങൾ സിയാറത്ത് ചെയ്യുന്നവരുണ്ട്, ഞങ്ങൾ ഫാത്തിഹ ഓതുന്നവരുണ്ട്, ഞങ്ങളെ നാടുകളിൽ നിന്ന് വിശ്രമം കൊള്ളുന്നവരുണ്ട്. എല്ലാ മഹാന്മാരുടെ ഔലിയാക്കളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. എല്ലാ സ്വാലിഹീങ്ങളുടെ സജ്ജനങ്ങളുടെ മശായിഖന്മാരുടെ ഖൈറിന്റെ അഹ്ലുകാരുടെ ശുഹദാക്കളുടെ സിദ്ദീഖീങ്ങളൊക്കെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹു റഹ്മാനായ റബ്ബേ അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികളെ സ്ഥാനങ്ങൾ ഉയർത്തി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ കറാമാത്തുകളെ നീ അധികരിപ്പിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ അവരുടെ മഖബറകളൊക്കെ നീ അല്ലാഹുവേ കൂടുതൽ റാഹത്തിലും സന്തോഷത്തിലുമാക്കി നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഇരുലോകം നീ വിജയത്തിലാക്കണേ അല്ലാഹ്, സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ചെയ്തു പോയ പാപങ്ങളൊക്കെ അവരുടെ ബർക്കത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്.
നിന്റെ ഹുബ് ലഭിക്കുന്ന, നിന്റെ സ്നേഹം ലഭിക്കുന്ന, നിന്റെ തൃപ്തി ലഭിക്കുന്ന നിന്റെ ഇഷ്ടദാസന്മാരെ ഞങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ അല്ലാഹുവേ, ഞങ്ങളോട് ഓതിയതിൻ്റെ ചൊല്ലിയതിൻ്റെ ഒക്കെ മിസ്ലി സവാബിന് ഞങ്ങളുടെ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നൊക്കെ മരിച്ചുപോയ എല്ലാവരുടെയും ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്, സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ ഉമ്മ മരിച്ചു പോയവർ, ഉപ്പ മരണപ്പെട്ടു പോയവർ, സഹോദരന്മാർ മരിച്ചു പോയവർ, വല്യപ്പമാർ വല്യമ്മമാർ മരിച്ചു പോയവർ, ഭാര്യ മരിച്ചു പോയവർ, ഭർത്താവ് മരണപ്പെട്ടു പോയവർ, സന്താനങ്ങൾ പേരക്കുട്ടികൾ മരണപ്പെട്ടു പോയവർ, അതുപോലെ രക്തബന്ധത്തിൽ നിന്ന്, സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും, കുടുംബ ബന്ധങ്ങളിൽ നിന്നുമൊക്കെയായി അല്ലാഹുവേ, അയൽപക്ക ബന്ധങ്ങളിൽ നിന്നുമൊക്കെയായി പലവരും മരിച്ചു പോയവരുണ്ട് അല്ലാഹ്. ഞങ്ങൾക്ക് ഇൽമോടിപ്പിച്ച ഞങ്ങൾ ഉസ്താദ്മാരിൽ നിന്ന് പലവരും മരണപ്പെട്ടു പോയിട്ടുണ്ടല്ല. ഞങ്ങളെ മജ്‌ലിസിലേക്ക് ഹദിയ അയച്ചു തന്നവർ, ഞങ്ങൾക്ക് സ്വതക്ക നൽകിയവർ, ഭക്ഷണം നൽകിയവർ, വസ്ത്രം നൽകിയവർ, സതുപദേശം നൽകിയവർ, ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികളായ ആളുകൾ പലവരും മരിച്ചു പോയിരിക്കുന്നുവല്ല. അവരുടെയൊക്കെ കബറിടത്തിലേക്ക് ഇതൊക്കെ ഒരു സന്തോഷമായി, ഒരു സമ്മാനമായി, ഒരു നേരം പോക്കായി, ഒരു പ്രകാശമായി എത്തിച്ചു കൊടുക്കണമല്ല. അവർ മരണപ്പെട്ട് കഴിഞ്ഞിട്ടും അവർ ചെയ്ത നന്മകളെ ഓർത്ത് അവരുടെ കബറിടത്തിലേക്ക് ഞങ്ങളിങ്ങനെ ഹദിയ ചെയ്തു കൊടുക്കുന്നതിൻ്റെ പ്രതിഫലം കണ്ടുകൊണ്ട് അവർക്കും നാളെ ഞങ്ങൾക്കും കബറിൽ കടന്ന് സന്തോഷിക്കാനുള്ള അവസ്ഥ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ആഫത്ത് മുസീബത്തുകളിൽ, അപകടങ്ങളിൽ, പെട്ടെന്നുള്ള മരണങ്ങളിൽ, മാറാവ്യാധികളിൽ നിന്ന്, ക്യാൻസർ, ട്യൂമർ പോലത്തെ രോഗങ്ങളിൽ നിന്ന്, പകർച്ചാവ്യാധികളിൽ നിന്ന് അല്ലാഹ് ഞങ്ങളെയും ഞങ്ങളുടെ അഹ്ലുകാരെ നിക്കാതെ രക്ഷിക്കണേ അല്ലാഹ്. അത്തരം രോഗങ്ങൾ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുണ്ട്, കീമ ചികിത്സ നടത്തുന്നവരുണ്ട്. അല്ലാഹുവേ, നീ പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. സഹിക്കാൻ പറ്റാത്ത രോഗങ്ങൾ തന്ന് നീ പരീക്ഷിക്കല്ല അല്ലാഹ്. സഹിക്കാൻ പറ്റാത്ത വേദനകൾ തന്ന് പരീക്ഷിക്കല്ല അല്ലാഹ്. സഹിക്കാൻ പറ്റാത്ത ദാരിദ്ര്യങ്ങൾ തന്ന് പരീക്ഷിക്കല്ല അല്ലാഹ്. റഹ്മാനായ റബ്ബേ അല്ലാഹു, ഞങ്ങൾ ഈമാൻ കുറഞ്ഞവരാണ് അല്ലാഹ്, ബലഹീനമായ ഈമാനിൻ്റെ ആളുകളാണ് അല്ലാഹു. നിന്റെ പരീക്ഷണങ്ങളെ ചെറുത്ത് നിൽക്കാൻ, നിന്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള ഈമാൻ ഞങ്ങൾക്കില്ല അല്ലാഹ്. അല്ലാഹു, ഞങ്ങളെ സലാമത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹു, ഈ മജ്‌ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്. നെഞ്ചുവേദന കൊണ്ട്, അറ്റാക്ക് കൊണ്ട്, ബ്ലോക്ക് കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്. ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്ത രോഗികളുണ്ട് അല്ലാഹ്. കിഡ്നി മാറ്റി വെച്ച രോഗികളുണ്ട് അല്ലാഹ്. അല്ലാഹു, കൈകാലുകൾ ഒടിഞ്ഞുകൊണ്ട്, നുറുങ്ങിക്കൊണ്ട്, കമ്പിയിട്ടുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട്, സിസേറിയൻ കഴിഞ്ഞവരുണ്ട്, ശരിക്കും നടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്. പല രീതിയിലുള്ള ഓപ്പറേഷൻ പലവട്ടം ശരീരത്തിൽ കഴിഞ്ഞ ആളുകളുണ്ട് അല്ലാഹ്. ശരിക്കും നടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. ഒന്ന് റുക്കൂ ചെയ്യാനൊന്നും സുജൂദ് ചെയ്യാൻ, അത്തഹിയ്യാത്തിനിരിക്കാൻ പോലും കഴിയാത്ത എത്രയെത്രയോ ഉപ്പമാരും ഉമ്മമാരും പങ്കെടുക്കുന്ന ഒരു മജ്‌ലിസ. അല്ലാഹുവേ, നീ അവരുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ശക്തമായ തലവേദന കൊണ്ട്, ഷുഗർ കൊണ്ട്, പ്രഷർ കൊണ്ട്, കൊളസ്ട്രോൾ കൊണ്ട്, തൈറോയിഡ് അസുഖം കൊണ്ട്, അപ്പൻഡിക്സിന്റെ വേദന കൊണ്ട്, എരണിയുടെ വേദന കൊണ്ട്, വെരിക്കോസിന്റെ വേദന കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹുവേ. മൂത്താശയത്തിൽ കല്ലുകൊണ്ട്, പിത്താശയത്തിൽ കല്ലുകൊണ്ട്, കിഡ്നിയിൽ കല്ലുകൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്. കല്ലിന്റെ അസുഖമല്ലാത്ത വേദനയാണ് റബ്ബേ അല്ലാഹുവേ, നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ട്, കിഡ്നി മാറ്റിവെച്ച രോഗികളുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്‌ലിസിൽ തന്നെ പലവരും ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ, നീ ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, കുഞ്ഞുമക്കൾ വരെ വെള്ളപ്പാണ്ട് കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്. അപസ്മാര രോഗികളായ മക്കളുണ്ട് അല്ലാഹ്. ടെൻഷൻ്റെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്. നീ ശിഫ നൽകണേ അല്ലാഹ്. ശക്തമായ വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കണ്ണുവേദന, തലവേദന, വിട്ടുമാറാത്ത മൈഗ്രീൻ്റെ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ അല്ലാഹുവേ, തൊണ്ടവേദന കൊണ്ട് വിഷമിക്കുന്നവർ, തൊണ്ടയിൽ ഓപ്പറേഷൻ കഴിഞ്ഞവർ അല്ലാഹ്. ഇങ്ങനെ തുടങ്ങി ശരീരവാസകലം വേദനകൾ കൊണ്ടും ഓപ്പറേഷനുകൾ കൊണ്ടും വിഷമിക്കുന്ന ഒരുപാട് ഉപ്പമാരും ഉമ്മമാരുണ്ട് അല്ലാഹുവേ, നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആശുപത്രിയിൽ അഡ്മിറ്റായ രോഗികളുണ്ട് റബ്ബേ, പലവരും ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹ്. രോഗം മാറാൻ, ഭർത്താവിൻ്റെ രോഗം മാറാൻ, ഭാര്യയുടെ രോഗം മാറാൻ, മാതാപിതാക്കളുടെ രോഗം മാറാൻ, ആഫിയത്തുള്ള ദീർഘായുസിന് വേണ്ടി സന്താനങ്ങളെ രോഗം മാറാൻ, ഇങ്ങനെ തുടങ്ങി അല്ലാഹ്. അയൽപക്കക്കാരുടെ, കൂട്ടുകാരുടെ അല്ലാഹ് രോഗം കൊണ്ട് വിഷമിക്കുന്ന എല്ലാവർക്കും നീ ശിഫ നൽകി ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ജീവിതത്തിലെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മശക്കത്തുകളൊക്കെ നീ റാഹത്തിലാക്കി നൽകണേ അല്ലാഹ്. ഈ മജ്‌ലിസ്
മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും ഹൃദയം അറിയുന്ന അല്ലാഹ്, ഞങ്ങളെല്ലാവരുടെയും പ്രയാസങ്ങൾ അറിയുന്ന അല്ലാഹ്, ഞങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ അല്ലാഹ് ഒരു ദിവസം നേരം പുലർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കിടന്ന് ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ എത്ര വേദനകൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ ഞങ്ങൾ സഹിക്കുന്നുണ്ട് എന്ന് നിനക്കറിയാമല്ല അല്ലാഹ്. ആഴക്കടലിലെ ആഴിയിലൂടെ ഊളയിട്ട് സഞ്ചരിച്ചു പോകുന്ന ചെറു മത്സ്യത്തിൻ്റെ അനക്കമറിയുന്ന സംസാരം അറിയുന്ന അല്ലാഹ്, കൂരിട്ടുള്ള രാത്രിയിൽ കറുകറുത്ത പാറപ്പുറത്തൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ചെറു കറുത്ത ഉറുമ്പിന്റെ അനക്കം അറിയുന്ന അല്ലാഹ്, ഈ ഞങ്ങളുടെ ഹൃദയത്തിലെ വേദന നിനക്കറിയാൻ ഒരു പ്രയാസമില്ലല്ല അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നിനക്ക് കാണാൻ ഒരു പ്രയാസമില്ലല്ല അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലിരിക്കുന്നവരും അല്ലാഹുവേ വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ ലൈവായി കൊണ്ടൊക്കെ കമന്റ് ചെയ്തിരിക്കുന്നവർ എല്ലാവരെയും നിനക്കറിയാമല്ലോ അല്ലാഹ്. എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി രോഗങ്ങൾക്ക് ശിഫ നൽകി പ്രയാസങ്ങൾ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ഉപ്പയുടെ ആണ്ടാണ്, ഭർത്താവിൻ്റെ ആണ്ടാണ്, ഭാര്യയുടെ ആണ്ടാണ്, മക്കളുടെ ആണ്ടാണ്, കുടുംബാദികളുടെ ആണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ കുടുംബാദികൾക്കൊക്കെ വേണ്ടി ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. പലവരും മജ്ലിസിലേക്ക് ഹദിയ അയച്ചവരുണ്ട്. ഇതിൻ്റെ പ്രതിഫലത്തെ മരണപ്പെട്ടു പോയ എൻ്റെ ഉപ്പാൻ്റെ കബറിടത്തിലേക്ക് കിട്ടണേ, എൻ്റെ ഉമ്മാൻ്റെ കബറിടത്തിലേക്ക് കിട്ടണേ, എൻ്റെ ഭർത്താവിൻ്റെ കബറിടത്തിലേക്ക് കിട്ടണേ എന്നാഗ്രഹിച്ചുകൊണ്ട് മജ്ലിസിലേക്ക് ഹദിയ ചെയ്തവരുണ്ട്. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ഹദിയ ചെയ്തവരുടെ സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാത്ത ഞങ്ങളെല്ലാവരുടെയും സമ്പത്തിൽ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ നിന്റെ മഹത്വത്തിൽ കൊണ്ട് അല്ലാഹ് ഞങ്ങളെല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ കുടുംബജീവിതത്തിൽ റാഹത്തും സന്തോഷവും സമാധാനം നൽകണയല്ല. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണയല്ല, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണയല്ല, വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണയല്ല. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അതൊക്കെ വീട്ടാനുള്ള അഭിവൃദ്ധി നൽകണയല്ല. വിസയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അല്ലാ, വിദേശത്തും സ്വദേശത്തുമുണ്ട് അല്ലാ. റാഹത്തായ ജോലി നൽകി അനുഗ്രഹിക്കണയല്ല. അല്ലാഹു വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർ റാഹത്തായ ഇണകളെ നൽകണയല്ല. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകി സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ല. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് റാഹത്തുള്ള മക്കളെ നൽകണേ അല്ല. ഞങ്ങളെ മക്കളിലൊക്കെ കുടുംബജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ അല്ല. മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ല. ഹബീബായ പ്രവാചകന്റെ ഹദ്റത്തിൽ പോയി മർദിയായ സന്തോഷകരമായ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ല. അല്ലാഹു ഓരോ ദിവസവും വ്യാഴാഴ്ച ദിവസം ഞങ്ങൾ സ്വലാത്ത് ചൊല്ലി ഹബീബിന്റെ റൗദയിലേക്ക് ഹദിയ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അല്ലാഹ് ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്, ഇന്നും ഞങ്ങൾ ഹബീബിന്റെ റൗദയിലേക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്. അതൊക്കെ ഹബീബിന്റെ റൗദയിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹ് ആ സ്വലാത്തിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബായ പ്രവാചകന്റെ പൂമുഖം ഒന്ന് ദർശിച്ചുകൊണ്ട് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ച രാവിലോ ഒരു വെള്ളിയാഴ്ച പകലിലോ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മരണം നീ നന്നാക്കി തരണേ അല്ലാഹ്. സിക്റാത്ത് എളുപ്പമാക്കി തരണേ അല്ലാഹ്. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വആലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഇഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമൻ മാതു മിന്നാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين. ആമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിവിൻ്റെ പരമാവധി ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച നമ്മുടെ മജ്ലിസിലേക്ക് സ്വലാത്തിൻ്റെ എണ്ണക്കും അറിയിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.